നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അദ്ദേഹം വരുമ്പോ നീയായി ഇവിടെ പ്രധാനമായിട്ടും ഉണ്ടാവേണ്ടത് അല്ലേ അച്ഛാ? സിദ്ധു പുറത്തു പോയിട്ട് വരട്ടെ എന്റെ പ്രേമേ. ചന്ദ്രമോളുടെ അച്ഛൻ വരുമ്പോ സിദ്ധു ഇവിടെ ഉണ്ടായാൽ മതിയല്ലോ. അതെ, അത് മതി. ഇവൻ വരത്തില്ല അച്ഛാ. ഇവനെ തന്ത്രപരമായിട്ട് അങ്ങ് മുങ്ങുവാ. എനിക്കത് മനസ്സിലാവും. അങ്ങനെങ്കി അങ്ങനെ ചേച്ചി ഈ വരുന്ന ആളിനെ അങ്ങ് സ്വീകരിച്ച് സത്കരിച്ച് വിട്ടാ മതി. അതിന് കൂടെ നിൽക്കാനേ എന്നെ കിട്ടതില്ല. കൂടെ നിക്കണോടാ. ഒരു കുടുംബം എന്ന് പറഞ്ഞാലേ 4 ചുമരും മേൽക്കൂരയും മാത്രമല്ല, അതിനകത്ത് താമസിക്കുന്നവര് തമ്മിലേ ഒരു ഒത്തൊരുമ വേണം, കെട്ടുറപ്പ് വേണം, ഐക്യം വേണം. നീ ഒന്ന് ശബ്ദം കുറയ്ക്ക് പ്രേമേ. ആ ചന്ദ്രകെട്ടൽ എന്ത് വിചാരിക്കും? ഇനി ബഹളം കേട്ടുകൊണ്ടാണ് ചന്ദ്രയുടെ അച്ഛൻ വരുന്നതെങ്കിലോ? അപ്പൊ പിന്നെ നിന്റെ ഉള്ളിലിരിപ്പൊക്കെ പെട്ടെന്ന് നടക്കും. എന്റെ ഉള്ളിലിരിപ്പൊക്കെ ഞാൻ നടത്തിക്കോളാം. ചേച്ചി കൈവിട്ടെ, എനിക്ക് പോണം. ചേച്ചി വിട ചേച്ചി. നിക്കടെ അവിടെ. നീ എപ്പ വരുമെന്ന് പറഞ്ഞിട്ട് പോയാ മതി. ചേച്ചി, ഞാൻ ആദ്യം പോകുന്ന കാര്യം സാധിക്കട്ടെ, എന്നിട്ട് ഞാൻ തിരിച്ചു വരാം. ചേച്ചി പോയി വരുന്ന വിശിഷ്ടാതിഥിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ നോക്ക്. സ്വീകരണ കമ്മിറ്റിയിലും സംഘാടക സമിതിയിലും ഒന്നും എന്റെ പേര് എഴുതി വെക്കണ്ട. പിന്നെ വീട്ടിൽ വരുന്ന ഒരാളിനെ ഇൻസൾട്ട് ചെയ്യണമെന്നൊന്നും എനിക്കൊരു താല്പര്യമില്ല. എന്റെ വ്യക്തിപരമായ കാര്യം കഴിഞ്ഞിട്ട് എന്റെ സമയം പോലെ ഞാൻ ഇങ്ങ് തിരിച്ചു വരും. അന്നേരം ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ കാണാം. വീട് ചേച്ചമ്മേ. ആഹാ, മോൾ ഇവിടെ വന്നിരിക്കുകയാണോ? എന്തു പറ്റിയടാ തൊട്ടാവാടി? ഞാൻ സില്ലുമോളെ വിളിച്ച് പറയുകയായിരുന്നു